യേശുവിന്റെ തിരുരക്തത്തിന്റെ സംരക്ഷണം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വസ്തുവകൾക്കും പ്രത്യേകമായി കോട്ട കെട്ടുവാൻ വേണ്ടി ഓരോ മക്കളും പ്രാർത്ഥിക്കണം. അത്രയും ശക്തിയുണ്ട് മക്കളെ യേശുവിന്റെ തിരുരക്തത്തിന്. അത്രയും ശക്തിയുണ്ട്. തിന്മയുടെ ശക്തികൾ എവിടെയെല്ലാം തകർക്കപ്പെടണമോ തിരുരക്താഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അവിടെ നിന്ന് തിന്മയുടെ രൂപികൾ വിട്ടുപോകും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ചില വ്യക്തികളെ തിന്മയുടെ രൂപികൾ അശുദ്ധാത്മാക്കൾ വലയം ചെയ്ത് നാം കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു വ്യക്തിയിലേക്ക് തിന്മയുടെ രൂപികൾ കടന്നു വരിക? വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും തിരിച്ചറിയണം, എന്നിൽ ഈ പിശാചുബാധയുണ്ടോ, തിന്മയുടെ അരൂപികളുണ്ടോ? 3 രീതിയിൽ ഒരു വ്യക്തിയിലേക്ക് തിന്മയുടെ അരൂപികൾ കടന്നു വരും. ഒന്നാമതായി നമുക്ക് പറഞ്ഞു തരികയാണ്, ഏത് പാപമാണോ ആവർത്തിച്ചാവർത്തിച്ച് ചെയ്യുന്ന ആ പാപത്തിന്റെ ദുരന്തം എന്ന് പറയുന്ന ആ പാപത്തിലൂടെ കടന്നു വരുന്ന തിന്മയുടെ രൂപികളാ. ഏത് പാപം ചെയ്തോ നമ്മൾ കാണുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, അവന്റെ മേൽ നുണയുടെ ആത്മാവ് വന്നു ചേർന്നു. അവൻ നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് നുണ പറഞ്ഞു, വീണ്ടും നാളെ നുണ പറയുന്നു, നാളെ കഴിഞ്ഞ് നുണ പറയുന്നു. അവൻ ആ നുണയിൽ നിന്ന് വിട്ടുപോരാൻ പറ്റാത്ത അവസ്ഥ, നുണയുടെ ആത്മാവ് അവനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ ചില പാപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം തിരുവചനം പറയുന്നു, അവൻ തങ്ങളുടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരികെ പോകാൻ അവന് സാധിച്ചില്ല. കാരണം വ്യഭിചാര ദുർബോധം അവനെ വലയം ചെയ്യുന്നു. The spirit of adultery, the spirit of impurity അവനെ വലയം ചെയ്തിരിക്കുക. അവന് തന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് തിരികെ പോകാൻ പറ്റുന്നില്ല. ഈശോയുടെ അടുക്കിലേക്ക് പോകാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആരാധനയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? The spirit of adultery. ആ സ്പിരിറ്റ് അവരെ വലയം ചെയ്തിരിക്കുക. വ്യഭിചാര ദുർബോധം അവരെ വലയം ചെയ്തിരിക്കുക. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഏത് പാപമാണോ ആവർത്തിച്ചാവർത്തിച്ച് നാം ചെയ്യുന്ന ആ പാപത്തിന്റെ ദുരാത്മാവ് നമ്മിൽ പ്രവേശിക്കും. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ 1 സാമുവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 14-ാം തിരുവചനം പറയുകയാണ്, കർത്താവിന്റെ ആത്മാവ് സാവൂലിനെ വിട്ടുപോയി, ദുരാത്മാവ് അവനിൽ പ്രവേശിച്ചു. കർത്താവിന്റെ ആത്മാവ് അവനെ വിട്ടുപോയി, ദുരാത്മാവ് അവനിൽ പ്രവേശിച്ചു. സാവൂള് ദൈവത്തിന് ഹിതം അനുസരിക്കേണ്ട വ്യക്തിയാ. എന്നാൽ അവൻ ദൈവത്തിന് ഹിതം അനുസരിക്കാതെ സ്വന്തം ഹിതത്തിനനുസരിച്ച് അവൻ പോകുക. ആ സ്വന്തം ഹിതത്തിനനുസരിച്ച് ഒരു വ്യക്തി പോകുമ്പോൾ അവിടെ കാണുന്ന എന്താ? ദൈവത്തിന്റെ ആത്മാവ് അവനെ വിട്ടുപോകുക. നമ്മൾ കാണുകയാണ്, സാവൂളിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. എന്നാൽ അവൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോ എന്താ സംഭവിക്കുന്നത്? അവനിലേക്ക് ദുരാത്മാവ് പ്രവേശിക്കുക. സാംസന് ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. ഈ സാംസൺ പാപം ചെയ്തു കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചേ? അവനിലേക്ക് ദുരാത്മാവ് കടന്നു വരിക. എങ്കിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ഓരോ വ്യക്തികൾക്കും ബോധ്യം ഉണ്ടാവണം, എന്നിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഈ ദൈവത്തിന്റെ ആത്മാവ് എന്നെ വിട്ടുപോകും. ഞാൻ ഏത് പാപമാണോ ആവർത്തിച്ചാവർത്തിച്ച് ചെയ്യുന്ന ആ പാപത്തിന്റെ ദുരാത്മാവ് എന്നിൽ പ്രവേശിക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. രണ്ടാമതായി നമുക്ക് പറഞ്ഞു തരിക, ഒരു വ്യക്തിയിലേക്ക് തിന്മയുടെ അരൂപികൾ കടന്നു വരാനുള്ള രണ്ടാമത്തെ സാധ്യതയാണ് ദൈവം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചില സഹനങ്ങൾ അനുവദിക്കുന്നു എന്നുള്ളത്. ദൈവം അനുവദിച്ചു തരുന്ന ചില സഹനങ്ങൾ നമ്മൾ കാണുക. ജോബിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു തരുന്ന സഹനങ്ങൾ. ഇതുപോലെ തന്നെ വിശുദ്ധാത്മാക്കളുടെ ജീവിതങ്ങൾ കാണാൻ സാധിക്കും. ദൈവം അവിടെ ജീവിതത്തിലേക്ക് ചില സഹനങ്ങൾ, തിന്മയുടെ അരൂപികളൊക്കെ വിട്ടുനോക്കിയ ഈ സമയത്ത് അതിൻ്റെ മേൽ ഈ വിശുദ്ധാത്മാക്കളൊക്കെ വിജയം വരിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള സഹനങ്ങൾ കടന്നു വരും. ഒരു പാപവും ചെയ്യുന്നില്ല, വളരെ വിശുദ്ധമായ ജീവിതം, പക്ഷെ ഒരുപാട് ഞെരുക്കത്തിലൂടെ, സഹനത്തിലൂടെ, രോഗപീഠയിലൂടെ ചില വ്യക്തികളൊക്കെ പോകുമ്പോൾ ദൈവം അനുവദിച്ചു തരുന്ന ചില സഹനങ്ങളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമതായി ഒരു വ്യക്തിയിലേക്ക് തിന്മയുടെ അരൂപികൾ, പൈശാചിക പീഡകൾ കടന്നു വരുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ തിന്മയുടെ അരൂപികളെ വിളിച്ചു വരുത്തുന്ന അവസ്ഥ.
ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാം പ്രമാണ ലംഘനം നടത്തുമ്പോൾ തിന്മയുടെ അരൂപികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് നോക്ക്. ഇത് ഒരു വ്യക്തി പോകുകയാണ് കൂടോത്രത്തിന് പിന്നാലെ, തകിടിന്റെ പിന്നാലെ, അതുപോലെ തന്നെ മന്ത്രവാദിയുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അവിടെ പോയി ഈ മന്ത്രവാദി തരുന്ന കാര്യങ്ങളെല്ലാം സ്വീകരിച്ച് ആ വ്യക്തി തിരിച്ചു വരുന്നു. ആ തിന്മയുടെ അരൂപിയെ, ആ തിന്മേനെയും പൈശാചിനെയും പിടിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് വരുന്നേ. അതെങ്ങനെയാ അവന് കിട്ടുന്നേ? അവൻ വിളിച്ചു വരുത്തുക തിന്മയുടെ അരൂപികൾ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒക്കെ ജീവിതങ്ങളിൽ ഇന്ന് പരിശോധിക്കണം. ഈ മേഖലകളിൽ നമുക്കിന്ന് വിടുതൽ നേടണം. യേശുവിന്റെ തിരുരക്തത്താൽ ഓരോ മക്കളും കഴുകപ്പെടണം. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ ശരീരം ഏതെങ്കിലും മേഖലകളിലേക്ക് തിന്മയുടെ അരൂപയിൽ കടന്നു വന്നിട്ടുണ്ടോ? ഒന്ന്, നാം ചെയ്യുന്ന പാപങ്ങൾ നോക്കിക്കോ. കുമ്പസാരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിലേക്ക് തിന്മയുടെ അരൂപികൾ കടന്നു വരും. രണ്ട്, ദൈവം അനുവദിച്ചു വരുന്ന സാധനങ്ങൾ. മൂന്നാമത് നമുക്ക് പറഞ്ഞു തരികയാണ്, നമ്മൾ തന്നെ തിന്മയുടെ അരൂപികളെ വിളിച്ചു വരുത്തുന്നു. മന്ത്രവാദം, തകിട്, ഏലസ്, ഒരുപക്ഷെ സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി ഇവിടെയൊക്കെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ ഈ തിന്മയുടെ അരൂപികൾ നമ്മിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, റോമിലെ ശക്തനായിട്ടുള്ള ഭൂതോച്ചാടകനാണ് ഗബ്രിയേൽ ആമോത്തച്ഛൻ. ഈ അടുത്ത കാലത്ത് 2016 ഈ ആമോത്തച്ഛൻ മരിക്കുന്നത്. 91 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. ഈ ആമോത്തച്ഛൻ പറയുന്നുണ്ട്, ഒരു വ്യക്തിക്ക് എതിരെ തിന്മയുടെ അരൂപികളൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട്. ആ വ്യക്തിക്ക് അസാധാരണമായ വിധം ഞെരുക്കം ആ വ്യക്തിക്ക് ഉണ്ടാവും. ഒരുപക്ഷെ ഈ വ്യക്തി ഒന്നിന്റെ പിന്നാലെ പോയിട്ടുണ്ടാവില്ല, ഒരുപക്ഷെ മന്ത്രവാദത്തിന് പിന്നാലെ പോകുന്നില്ല, വിശുദ്ധമായ ജീവിതമൊക്കെ നയിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും രീതിയിൽ ഞെരുക്കങ്ങളൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ പല വ്യക്തികളും ചോദിക്കുന്ന ഒരു കാര്യം, ഈ വിശുദ്ധമായ ജീവിതമൊക്കെ നയിക്കുന്ന എങ്കിൽ ഈ ക്ഷുദ്രപ്രവർത്തികൾ ഏൽക്കുമോ? ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു, ഈ ക്ഷുദ്രപ്രവർത്തികൾക്ക് നമ്മൾ തുറന്നു കൊടുക്കാതെ ഈ തിന്മയുടെ അരൂപികളൊന്നും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയില്ല. ഇതിനെക്കുറിച്ച് ഭൂതോച്ചാടകനായ ഗബ്രിയേൽ ആമോത്തച്ഛൻ പറയുന്ന ഉത്തരം ഇങ്ങനെയാണ്. ഒരു വ്യക്തിയുടെ വീടിന്റെ അയൽവക്കക്കാരൻ, അദ്ദേഹം തോന്നിവാസിയായി ജീവിക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കെ, ഇടയ്ക്കിടയ്ക്ക് ഈ അയൽവക്കക്കാരൻ കല്ലെടുത്തെറിയും, പിന്നെ വായി തോന്നൊക്കെ വിളിച്ചു പറയും. അതുപോലെ തന്നെ ഈ അയൽവക്കക്കാരൻ അവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അയൽവക്കക്കാരൻ ചെളി വലിച്ചെറിയും. പക്ഷേ ആ വ്യക്തി ആ വീടിന്റെ അകത്താണിരിക്കുന്നത്. എന്നാൽ ഈ വ്യക്തിക്ക് വീടിന്റെ മുകളിലേക്ക് കല്ലെടുത്തെറിയുമ്പോൾ അതിന് ഒച്ച ഉണ്ടാവുന്ന അദ്ദേഹം കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെളി വലിച്ചെറിയുമ്പോൾ ആ വീട് ചുമര് മുഴുവൻ ചെളി പിടിച്ച് കിടക്കുന്ന അദ്ദേഹം കാണുന്നുണ്ട്. അദ്ദേഹം ബഹളം വെക്കുന്നുണ്ട് പുറത്ത് കിടന്ന്. അതൊക്കെ അദ്ദേഹത്തിന് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിയുടെ ഉള്ളിലേക്ക് അത് കയറിയിട്ടുണ്ടോ? ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല, വീടിന്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല, മുഴുവൻ വീടിന്റെ പുറത്താ സംഭവിക്കുന്നത്. ഇതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ഗബ്രിയേൽ ആമോത്തച്ഛൻ പറയാ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഞെരുക്കങ്ങളൊക്കെ കടന്നു വരും. പക്ഷെ ആ വ്യക്തി ഭയപ്പെടേണ്ട കാര്യമില്ല. തിന്മയുടെ അരൂപികൾക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തെ നമ്മൾ തുറന്നു കൊടുക്കാതിരുന്നാൽ മതി. അപ്പൊ ഇതുപോലുള്ള ഞെരുക്കങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഗബ്രിയേൽ ആമോത്തച്ഛൻ പറയുന്ന കാര്യം ഇതാണ്. ഒരു വ്യക്തിയെ തിന്മയുടെ അരൂപികൾ വലയം ചെയ്തിട്ടുണ്ടോ? ഈ ഒരു വിഷയത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ശക്തമായി പ്രാർത്ഥിക്കുക, ദൈവത്തെ ആരാധിക്കുക. ഈ തിന്മയുടെ അരൂപിയുടെ മേൽ വിജയം വരിക്കാൻ സാധിക്കും. വെറുതെ ഉയർത്തത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായ പ്രാർത്ഥന, ദൈവാരാധന, ഇതാ പ്രിയപ്പെട്ടവരെ. അതല്ലേ വചനത്തെ കാണുന്ന നോമ്പും ഉപവാസവും ഇല്ലാതെ ചില വർഗത്തെ സാധിക്കുകയില്ല. ശക്തമായി പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, എങ്കിലാ ഇതിന്റെ മേൽ വിജയം നേടാൻ സാധിക്കുള്ളൂ. ഞാൻ വിശുദ്ധമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ എന്റെ ജീവിതത്തിൽ ഞെരുക്കങ്ങളൊക്കെ തരാം, പക്ഷെ എന്റെ ഉള്ളിലേക്ക് അതൊന്നും കയറാൻ സമ്മതിക്കില്ല. ഞാൻ വിശുദ്ധമായി ജീവിക്കുന്നു. രണ്ടാമത് ഗബ്രിയേൽ ആമോത്തച്ഛൻ പറയുകയാണ്, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക.
വചനം പറയുക, ഇതാ സാത്താനെ ദൂരെ പോവുക. സങ്കീർത്തനം 91:10, നിനക്കൊരു തിന്മയും വരിയില്ല, ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ തൊടുകയില്ല. പ്രിയപ്പെട്ടവരെ, വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. വചനം പറഞ്ഞു കഴിഞ്ഞാൽ അത് പിശാചിന് ഭയമാണ്. യേശുവിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ലേ പരീക്ഷണങ്ങൾ, മരുഭൂമിയിലെ പരീക്ഷ. ആ പരീക്ഷയിൽ യേശു വിജയിച്ചത് എങ്ങനെയാ? യേശു പിശാചിനെ വചനം പറഞ്ഞ് ഓടിച്ചുകൊണ്ട് ആ പിശാചിന്റെ മേൽ വിജയം നേടിയത്. യേശു ആ പിശാചിനോട് മറുപടി പറയുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 8-ാം അധ്യായം, ഈ അധ്യായങ്ങളുടെ തിരുവചനം കർത്താവ് ആ പിശാചിന്റെ മേൽ കൽപ്പിച്ചു പറയുമ്പോഴാ സാത്താൻ അവിടെ നിന്ന് വിട്ടുപോകുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, സാത്താന്റെ മേൽ വിജയം നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. വലതുകരം ഉയർത്തത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത് നമുക്ക് പറഞ്ഞു തരിക, സാത്താൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ വഴിയുണ്ട്. പാപത്തിന്റെ മുറിവുകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ സാത്താന് കടന്നു വരാൻ എളുപ്പ. പാപത്തിന്റെ മുറിവുകൾ നമ്മൾ പറയുന്നില്ലേ, ശരീരത്തിൽ ഒരു മുറിവ് പറ്റിക്കോ, അതിലൂടെ അണുക്കൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. ആത്മീയ ജീവിതത്തെ പറയുകയാണ്, പാപത്തിന്റെ മുറിവുകൾ ഒരു വ്യക്തിയിലുണ്ടോ, സാത്താന് അവിടേക്ക് കടന്നു വരുവാൻ എളുപ്പമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നും വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, ഈ കുടുംബത്തിനെതിരെ ഒരു വ്യക്തി ശുദ്ധക്രിയ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലേക്ക് പിശാച് കടന്നു വരാൻ എളുപ്പമാണോ? എളുപ്പ. കാരണം എന്താ? അവിടെ എന്നും വഴക്ക, അവിടെ പാപത്തിന്റെ മുറിവുണ്ട്. അതുകൊണ്ട് തന്നെ സാത്താന് അവിടേക്ക് പ്രവേശിക്കാൻ എളുപ്പ. ഇതുപോലെ തന്നെ ഒരു വ്യക്തി കുമ്പസാരമൊന്നുമില്ല, ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സാത്താന് കടന്നു വരാനുള്ള വഴിയാണ് തുറന്നിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഈ വ്യക്തി തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് തിന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇത് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, എൻ്റെ ഉള്ളിലുള്ളവൻ പുറമെയുള്ളവനേക്കാൾ ശക്തനാ. എൻ്റെ ഉള്ളിലേക്ക് ഈ ദിവ്യക്കാരുടെ നാദരെ അങ്ങോട്ട് കൊണ്ടുവരണം. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? ഞാൻ ഇടയ്ക്ക് പറയാറില്ലേ, ഈ അരളിക്കുന്ന ഈശോയെ നീ എൻ്റെ ചങ്കിലേക്ക് വരണേ. 1 യോഹന്നാൻ 4:4, നിന്റെ ഉള്ളിലുള്ളവൻ പുറമെയുള്ളവനേക്കാൾ ശക്തൻ. നിന്റെ ഉള്ളിൽ ആരാ? നിന്റെ ഉള്ളിലുള്ളവൻ ആരാ? ഇന്ന് ഈ അരളിക്കൊന്ന് ഈശോയോട് പറയണേ, ഈശോയെ നീ എൻ്റെ ഉള്ളിലേക്ക് വരണേ, എൻ്റെ ചങ്കിലേക്ക് വരണേ. ഈ അരളിക്കൊന്ന് ഈശോയെ നീ എൻ്റെ ചങ്കിലേക്ക് വരണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ ചില വ്യക്തികളുടെ ജീവിതങ്ങളിൽ ദൈവം അനുവദിച്ചു തരുന്ന സഹനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ വ്യക്തിക്ക് ഉപദ്രവം ചെയ്യുന്നുണ്ട്, ഉപദ്രവമൊക്കെ അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നുണ്ട്. ചില കുടുംബങ്ങളിൽ ചില വ്യക്തികളൊക്കെ കാണാൻ സാധിക്കും വലിയ സഹനത്തിലൂടെ, ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥ. വിശുദ്ധാത്മാക്കൾ ജീവിതമൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ അതെന്തുകൊണ്ടാണ് എനിക്ക് സഹനം തന്നിരിക്കുന്നത്, ഞെരുക്കം തന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യൂപ്രാസ്യയുടെ ജീവിതത്തിൽ കാണുക, യൂപ്രാസ്യയുടെ സീരിയൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ സീരിയലിനകത്ത് കാണുന്നുണ്ട്, യൂപ്രാസ്യം വെച്ച് ആപ്പിളിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സാത്താൻ വന്ന ആ പുസ്തകം, പ്രാർത്ഥനാ പുസ്തകം തട്ടിക്കളയുക. യൂപ്രാസ്യമ്മ ഇതുപോലെ തന്നെ ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണമേശയിൽ അവിടെ പോയി ഇരിക്കുന്നു, ഭക്ഷണം എടുക്കുന്നു. ചുറ്റുമുള്ളവരൊക്കെ നല്ലപോലെ സിസ്റ്റേഴ്സ് ഭക്ഷണം കഴിക്കുന്നു. പക്ഷേ ഈ യൂപ്രാസ്യമ്മയുടെ പാത്രത്തിൽ നോക്കിയ കല്ല് കൊണ്ടുപോയിട്ടേക്കുക. പലപ്പോഴും യൂപ്രാസ്യമ്മയുടെ വായിലേക്ക് പിശാച് കല്ലൊക്കെ കുത്തിക്കയറ്റുമായിരുന്നു. എന്തെന്നില്ലാത്ത ഞെരുക്കത്തിലൂടെ ഈ വിശുദ്ധ കടന്നു പോയിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ട് ദൈവം ഇതുപോലുള്ള സഹനങ്ങളൊക്കെ, പിശാചിന് ഉപദ്രവങ്ങളൊക്കെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടത്തിവിട്ടത്? ഒന്ന്, ആളുടെ ഉപരിവിശുദ്ധിക്ക് വേണ്ടിയിട്ട്, ആ വ്യക്തിയുടെ ഉപരിവിശുദ്ധിക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ദൈവം ഈ വ്യക്തിക്ക് ഇതുപോലുള്ള സഹനം കടത്തിവിട്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ മറിയം ത്രേസ്യയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. മറിയം ത്രേസ്യയുടെ ജീവിതം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്ന് നമ്മൾ വിചാരിക്കും. പിശാച് കൊണ്ടുപോയി ഈ മറിയം ത്രേസ്യയെ ഒരു കിണറിൻ്റെ അകത്തേക്ക് തള്ളിയിടുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരിക്കൽ പിശാച് ഈ മറിയം ത്രേസ്യയുടെ കഴുത്ത് മുറിക്കുന്നുണ്ട്.
ആ സമയത്ത് മാലാഖമാര് വന്ന് ഈ കഴുത്ത് കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. ഏതാനും നാളുകൾക്ക് പിന്നീട് ആ മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന് എവുപ്രാസ്യയുടെ മറിയം ത്രേസ്യയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഇതുപോലുള്ള ഞെരുക്കത്തിലൂടെയൊക്കെ ഈ വിശുദ്ധ കടന്നു പോയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ആ വ്യക്തിയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം ആ വ്യക്തിക്ക് കടത്തിവിട്ടിരിക്കുന്ന ഞെരുക്കങ്ങളാണ്, സഹനങ്ങളാണ്. ഇതുപോലെ തന്നെ വീണ്ടും കാണാൻ സാധിക്കും. വിശുദ്ധ പാതുരപ്പിയുടെ ജീവിതം നോക്കി. പാതുരപ്പിയുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഞെരുക്കങ്ങളുണ്ട്. പാതുരപ്പിയും മുറിയിലിരിക്കുന്ന സമയത്ത് എന്തെന്നില്ലാത്ത തട്ടുമുട്ടും ബഹളവും, മുറിയുടെ അകത്ത് പട്ടി കുരയ്ക്കുന്ന സ്വരം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ വലിയ ഞെരുക്കങ്ങളൊക്കെ ആ മുറിയുടെ അകത്ത് കേട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ കൂടെയുള്ള സഹോദരന്മാർ തൊട്ടടുത്ത് മുറിയിലൊക്കെ ഉണ്ട്. അവർ വന്ന് പാതുരപ്പിയെ മുട്ടി വിളിക്കുമ്പോൾ പാതുരപ്പി ഇങ്ങനെ കിതച്ച് നിൽക്കുന്നുണ്ട്. നോക്കിക്കഴിയുമ്പോൾ ഈ പാതുരപ്പി ഇങ്ങനെ കിതച്ച് നിൽക്കുക. ആ സമയത്ത് പാതുരപ്പിയെ പറയുന്നുണ്ട്, ദൈവമേ, മറ്റുള്ളവർക്കൊരു ഉപദ്രവം ചെയ്യാത്ത രീതിയിലുള്ള സഹനം എനിക്ക് തായോ. പിന്നീട് പാതുരപ്പിയുടെ മുറിയിൽ നിന്ന് സ്വരമൊന്നും കടന്നു വരുന്നില്ല. പക്ഷെ എന്തെന്നില്ലാത്ത പിശാചിൻ്റെ ആക്രമണങ്ങൾ ഈ പാതുരപ്പിയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് തരുന്നേ? പ്രിയപ്പെട്ടവരെ, അത് ആ വ്യക്തിയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവരൊക്കെ ഇതുപോലുള്ള സഹനങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഈ വിശുദ്ധാത്മാക്കളൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അതെനിക്ക് തന്നോ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അതെനിക്ക് തന്നോ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധമായ ശിവം നയിക്കുന്നവരാ ഒരുപാട് സഹനത്തിലൂടെ കടന്നു പോകുന്നു, ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു. ഈ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്. എന്നാൽ ദൈവം എനിക്ക് ഈ ഞെരുക്കം തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടും എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാ. ഈ സഹനം കാണുമ്പോൾ ആരും പതറിപ്പോകരുത്, ഞെരുക്കം കാണുമ്പോൾ ആരും പതറിപ്പോകരുത്. ഈ വിശുദ്ധാത്മാക്കളൊക്കെ പറയുന്ന പോലെ ദൈവത്തിന്റെ ഇഷ്ടം ഇതെങ്കിൽ അതെനിക്ക് തന്നോ. വലതുകര ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ചില വ്യക്തികളുടെ ജീവിതങ്ങളെ കാണാൻ സാധിക്കും. നോക്കിക്കോ, ഏത് പാപം ആവർത്തിച്ച് ചെയ്യുന്നേ, ആ പാപത്തിന്റെ വഴിയിലൂടെ തിന്മയുടെ അരൂപികൾ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് അച്ഛൻ പറഞ്ഞുല്ലോ. ഞാൻ ഇതിനൊരു കൊച്ചുദാഹരണം കൂടി പറയാം. ഞാൻ പറഞ്ഞു, ഇത് സാംസന്റെ ജീവിതത്തിൽ, സാവൂളിന്റെ ജീവിതത്തിൽ, ഹോസിയയുടെ പുസ്തകത്തിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു. ഞാൻ ഈ മൊബൈൽ ഫോണിൻ്റെ അകത്ത് കൂടെ പിശാച് കടന്നു വരുമോ ഇല്ലയോ? എല്ലാവരുടെ കയ്യിലുണ്ട് ഈ മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോണിൻ്റെ അകത്ത് കൂടെ പിശാച് കടന്നു വരുമോ ഇല്ലയോ? ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം പ്രിയപ്പെട്ടവരെ. ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ യാഥാർത്ഥ്യം. ഒരു കൊച്ചിനെയും കൂടി ഇവിടെ വന്നതാണ്, ഒരു പെൺകുട്ടി, അവൾക്കൊരു 10-27 വയസ്സുണ്ട്. അവളെക്കുറിച്ച് പറയുന്ന, അവൾ ബാംഗ്ലൂരെ പഠിച്ചിരുന്നത്, BSc നേഴ്സിംഗ് പാസ്സായി. ഈ BSc നേഴ്സിംഗ് പാസ്സായി അതിനുശേഷം അവളൊരു നല്ല ഹോസ്പിറ്റലിൽ തന്നെ അവൾക്ക് ജോലി കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ അവൾ വിദേശത്തൊന്നും പോകാതെ അവിടെ ജോലി കാര്യങ്ങൾ അവൾ ചെയ്തുകൊണ്ടിരിക്കുക. മിടുക്കിയായിട്ട് പഠിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സായി. അതുപോലെ തന്നെ നല്ലൊരു ഹോസ്പിറ്റലിൽ അവൾക്ക് ജോലിയും കാര്യങ്ങളും കിട്ടിയിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജോലി കഴിഞ്ഞ് മുറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൾക്കാരെ ആകെ വിളിക്കാറുള്ള വീട്ടിലേക്ക് അമ്മേനെ വിളിക്കും, അപ്പനെ വിളിക്കും, സഹോദരങ്ങളെ വിളിക്കും. അങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ മാറി മാറി വിളിക്കും. ചില ദിവസങ്ങളിൽ എന്താ സംഭവിച്ചേ എന്ന് വെച്ചാൽ ഓരോന്ന് പറഞ്ഞ് അമ്മയും അവളുമായി വഴക്കായി. അങ്ങനെ അമ്മയും അവളുമായി വഴക്കായി, നിസ്സാര കാര്യത്തിൻ്റെ പേരില്ല. ഇതുപോലെ തന്നെ അപ്പരുമായി എന്തോ പറഞ്ഞു, അപ്പരുമായിട്ട് വഴക്കായി. പിന്നീട് ഇവിടെ സംബന്ധിച്ച് എന്നെ ഒരാൾക്കും വേണ്ട, ഇത് അവളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ തോന്നല്. എന്ന് വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാലും ഇവിടെ ആകെ മനസ്സിൻ്റെ സ്വസ്ഥത കളയാൻ ഞാൻ ജോലിയും കഴിഞ്ഞ് വന്നിരിക്കുക. ഇതുപോലുള്ളൊക്കെ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ വീട്ടിലേക്ക് വിളി അവളങ്ങോട്ട് കുറച്ച് വന്നു. പക്ഷെ പിന്നീടുള്ള സമയം മുതൽ അവൾ ഈ മൊബൈലും കുത്തിപ്പിടിച്ച് ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ അതൊക്കെ കണ്ട് ഇവളെ സംബന്ധിച്ചിടത്തോളം അവൾ ഇതേപോലെ ഒരു പൈശാചികമായിട്ടുള്ളൊരു കാര്യം അവൾ മൊബൈൽ കണ്ടു. എന്താ സംഭവിച്ചെന്നറിയോ? ഈ പൈശാചികമായ കാര്യം എന്നിൽ വന്ന് നിറയട്ടെ എന്ന് അവൾ അങ്ങോട്ട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവൾ അങ്ങനെ അങ്ങോട്ട് പറയുക, തിന്മയുടെ അരൂപിനെ അവൾ വിളിച്ചു വരുത്തിയ അതിൻ്റെ ദുരന്ത ഫലം എന്താണെന്നറിയോ?
നല്ല കൊച്ചും മിടുക്കിയായിരുന്ന കൊച്ച്, റാങ്കോട് കൂടി പാസ്സായിരുന്ന കൊച്ച്, നല്ല ജോലി ഉണ്ടായിരുന്ന കൊച്ച്, പിന്നീട് അവൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ വിചിത്രമായ രീതിയിലുള്ള പെരുമാറ്റം. അവിടെ എന്താ ചെയ്യുന്നതെന്ന് പോലും അവൾക്ക് ചില സമയങ്ങളിൽ മനസ്സിലാവുന്നില്ല. ഇതുപോലെ തന്നെ പല ദിവസങ്ങളും അവിടെ തലകറങ്ങി വീഴാൻ തുടങ്ങി. അവിടെ പല ഡോക്ടേഴ്സിൻ്റെ അടുക്കലും കാര്യങ്ങളൊക്കെ ചെന്നു. അവർക്ക് എന്താ കാര്യം അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അവസാനം അവളെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് വീട്ടിലേക്ക് വിട്ടിരിക്കുക. വീട്ടിൽ വന്ന് പല സൈക്കാട്രിസ്റ്റിൻ്റെ അടുക്കൽ പോയി. കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ അവസാനം എന്താണെന്ന് അവൾ തന്നെ തുറന്നു പറഞ്ഞു. വീട്ടുകാർക്ക് മുഴുവൻ എന്നെ വെറുപ്പാ. അപ്പം ഞാൻ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ട് ആ തിന്മയുടെ അരൂപി എന്നിലേക്ക് കടന്നു വന്നു. വീട്ടിൽ വന്നിട്ടാണെങ്കിലും സ്വസ്ഥതയില്ല. ഇവൾ തലകറങ്ങി വീഴുന്നു. എന്തൊക്കെ സാധനങ്ങൾ വന്നിരിക്കുന്നത് പോലെ അവൾക്കൊരു തോന്നലൊക്കെ അവൾക്കുണ്ടാവുക. പിന്നീട് പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിന് ഡെലിവറൻസ് ശുശ്രൂഷയിലൂടെ അതിൻ്റെ മേൽ വിജയം നേടാൻ സാധിച്ചത്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ തിരുരക്താഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എന്നെ ഏതെങ്കിലും എഴുതിയ തിന്മയുടെ അരൂപികൾ ബന്ധിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഞാൻ തിന്മയുടെ അരൂപികൾ, ഒരുപക്ഷെ ഒന്നാം പ്രമാണ ലംഘനത്തിൻ്റെ ഏതെങ്കിലും അവസ്ഥകൾ, ഒരുപക്ഷെ മന്ത്രവാദം, കൂടോത്രം, അമ്പലത്തിൽ പോയത്, അവിടെ നിന്നുള്ള എന്തെങ്കിലും വസ്തുക്കളൊക്കെ സ്വീകരിച്ച്, ഇതുപോലെ തന്നെ തിന്മയുടെ അരൂപികളെ ഞാൻ വിളിച്ചു വരുത്തിയതും പാപത്തിലൂടെയൊക്കെ എൻ്റെ ഉള്ളിലേക്ക് തിന്മയുടെ അരൂപിയൊക്കെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, യേശുവിൻ്റെ തിരുരക്തത്തിന് ശക്തിയാൽ എനിക്ക് വിടുതൽ തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. എങ്ങനെ ഇതിൻ്റെ മേൽ വിജയം വരിക്കുക? മറ്റെവിടേക്കുമല്ല ഓടേണ്ടത്. ഒന്നാമത്തെ കാര്യം പറഞ്ഞു തരികയാണ്, കുമ്പസാരം. നമ്മൾ അനുതാപ ഹൃദയത്തോടുകൂടെ കുമ്പസാരിക്കുക. വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് പഴയ പാപത്തിന്റെ സാഹചര്യത്തിൽ വീഴാതിരിക്കുവാൻ വേണ്ടി എപ്പോഴും ജാഗ്രത ഉണ്ടാവണം. 2 വചനം ക്രൈം ചെയ്ത് പ്രാർത്ഥിക്കുക. 3 വിശുദ്ധ കുർബാന സ്വീകരിക്കുക. 4 നോമ്പും ഉപവാസവും ദിവ്യകാരുണ്യ ആരാധനയും നമുക്ക് തിന്മയുടെ ശക്തിയുടെ മേൽ വിജയം വരിക്കാനുള്ള ആയുധങ്ങളാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പ്രിയപ്പെട്ടവരെ. ഇന്ന് ചില വ്യക്തികളുടെ പെരുമാറ്റങ്ങൾ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കുന്ന തിന്മയെ ഞാൻ പ്രവർത്തിക്കുന്നത്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും പാപങ്ങൾ ഞാൻ ചെയ്തതുപടിയായി ആ പാപത്തിന്റെ ദുരാത്മാവ് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ഒന്നാം പ്രമാണ ലംഘനങ്ങളുടെ ഏതെങ്കിലും തിന്മയുടെ അരൂപികളെ ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ? ദൈവം അനുവദിച്ച ഏതെങ്കിലും സഹനങ്ങളാണെങ്കിൽ, ദൈവത്തിന് ഇഷ്ടം അതാണെങ്കിൽ അതിൻ്റെ മേൽ വിജയം അതാണെങ്കിൽ അത് സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. 2 കരങ്ങളും കൂടെ തുറന്നു പിടിച്ച മക്കളെ, 2 കരങ്ങളും തുറന്നു പിടിച്ചങ്ങോട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. വ്യക്തികളുടെ മേൽ ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുന്ന തിന്മയുടെ രൂപികളുടെ മേൽ യേശു നാമത്തിന്റെ ശക്തിയാൽ നാം വിജയം വരിക്കാൻ പോവുക. ഒരുപക്ഷെ രോഗപീഡയായി, തീരാവ്യാധിയായി, ആസക്തികളായി കടന്നു വന്നിരിക്കുന്ന അവസ്ഥ, ദുഷ്ചിന്തയിലൂടെ, മത്യാഗ്രഹത്തിലൂടെ, ആസക്തിയിലൂടെ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദുരാത്മാക്കൾ, ഇതുപോലെ തന്നെ പാപബോധമില്ലാത്ത അവസ്ഥ, ഹൃദയ കാഠിന്യത്തിന്റെ അവസ്ഥ, ഇതിലൂടെ കടന്നു വന്നിരിക്കുന്ന തിന്മയുടെ അരൂപികൾ, ഭിന്നത, കലഹം, ഇതിലൂടെയൊക്കെ കടന്നു വന്നിരിക്കുന്ന തിന്മയുടെ അരൂപികൾ, തീവ്രമായ ഭയം, കൊടും പീഡനം, ഏതെങ്കിലും രീതിയിൽ തിന്മയുടെ അരൂപികൾ വ്യക്തികളെ, ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ ബന്ധിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ യേശു നാമത്തിന്റെ ശക്തിയാൽ ഒരു വിടുതൽ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. 2 കരങ്ങളോട് ഉയർത്തിക്കുക മക്കളെ. യേശുവേ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. വ്യക്തികളുടെ മേൽ വലയം ചെയ്തിരിക്കുന്ന തിന്മയുടെ രൂപികളുടെ മേൽ യേശു നാമത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ, യേശുവിന്റെ പീഡാസനത്തിന്റെ ശക്തിയാൽ, ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ വിജയം വരിക്കാൻ വേണ്ടി 2 കരങ്ങൾ ഉയർത്തി യേശു നാമം വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. യേശുവേ, കരമുയർത്തി വിളിക്കുക മക്കളെ. ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവ് കാൽവരിയിൽ ചിന്തിയ തിരുരക്തം കൊണ്ട് നമ്മൾ ഓരോരുത്തരും സർവാംഗ ശുദ്ധീകരിക്കപ്പെടും. വിളിച്ച് പ്രാർത്ഥിക്കുന്ന സകല മക്കളിലേക്കും ദിവ്യകാരുണ്യ ഈശോയുടെ തിരുരക്തം വന്നു നിറയും. വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. മക്കളിലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ച യേശുവേ, ഞങ്ങളെ കഴുകണമേ. എന്റെ കർത്താവേ, രക്തത്താലെ കഴുകണമേ. എല്ലാവരും യേശുവേ,
ഞങ്ങളെ കഴുകണമേ കർത്താവേ തിരുരക്തത്താലെ കഴുകണമേ